ഇന്ന് നമുക്ക് ലൈബ്രറി വരെ ഒന്ന് പോയാലോ? ഇവിടെ ഇങ്ങനെ ടാക്സീസ് ഉണ്ട്, ഡ്രൈവർലെസ് ടാക്സീസ്. അപ്പം നമുക്ക് അതിൽ കയറിയിട്ട് നമുക്കൊന്ന് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. ഒരു ടാക്സി വരുന്നുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി തന്നെയാണോ? അതെ, നമ്മൾ ബുക്ക് ചെയ്ത ടാക്സി തന്നെയാണ് വരുന്നത്, വേമോൻ്റെ ഡ്രൈവർലെസ് ടാക്സി. നമ്മളിപ്പം ബുക്ക് ചെയ്തിട്ടൊരു അറൗണ്ട് 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ആ ടാക്സി എത്തി. ഓൺ ടൈമാണ്, ലേറ്റ് ഒന്നല്ല. പിന്നെ ഇപ്പോൾ അതാ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു പുതിയൊരു ഐക്കൺ പോപ്പപ്പായി വന്നിട്ടുണ്ട്, അൺലോക്ക് ദ ഡോർ എന്ന് പറഞ്ഞിട്ട്. അത് പ്രസ് ചെയ്താൽ മാത്രമേ ചിലപ്പം അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഡോറ്. എന്തായാലും ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അത് അൺലോക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കാറിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ ഈ ഒരു സ്ക്രീന് മാത്രമേ ഉള്ളൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൂ. ഈ സ്റ്റാർട്ട് റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ റൈഡ് സ്റ്റാർട്ട് ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറേ അനൗൺസ്മെൻറ്റ്സ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫുൾ അനൗൺസ്മെൻറ്റ്സ്, അതായത് കുറേ ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം, പിന്നെ ഡോറ് നമ്മൾ ക്ലോസ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരിങ്ങനെ അനൗൺസ്മെൻറ്റ്സ് കുറേ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് കയറുകയാണെങ്കിൽ എന്തൊക്കെ ഫോളോ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു സ്ക്രീന് മാത്രമേ ഉള്ളൂ. ഈ സ്ക്രീനിൻ്റെ അകത്ത് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് US ഓസ്റ്റിൻ ടെക്സസിലാണ് ഈ ഡ്രൈവർലെസ് ടാക്സി ഉള്ളത്. അതേപോലെ 1-2 സ്റ്റേറ്റ്സിലും ഉണ്ട് ഈ ഡ്രൈവർലെസ് ടാക്സി. ഇത് റോഡിൽ കുറേ ഇങ്ങനെ ഡ്രൈവർലെസ് ടാക്സീസ് പോകുന്നത് കാണുമ്പം ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു, കയറണോ കയറണ്ടേ എന്നുള്ളത്, എത്രത്തോളം സേഫാണെന്ന് അറിയാത്തത് കൊണ്ട്. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല സേഫാണ്. അതേപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിലൊക്കെ തന്നെ അത് നിർത്തിയിട്ടൊക്കെ തന്നെയാണ് പോണത്. എല്ലാ റൂൾസും ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ടാക്സി പോണത്. പിന്നെ ഈ സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് പോണ റൂട്ട് മാപ്പും പിന്നെ ട്രാഫിക്കൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മൾ എത്ര മിനിറ്റ്സ് കൊണ്ട് അറൈവ് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റും. അതേപോലെ ഇതിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റും. കുറേ ഹിപ്പ് ഹോപ്പും ക്ലാസിക്കൽ മ്യൂസിക്കും അങ്ങനെ കുറേ പാട്ടിൻ്റെ ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് കാറ് മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് പോണതെന്ന്. അതേ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പിൽ നിർത്തി റോഡൊക്കെ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ റോഡ് ഇത് ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ഒരു കാറും കൂടി ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ സേഫ് തന്നെയാണ്. നമ്മൾ ഈ ഡ്രൈവർലെസ് ടാക്സി കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ നമ്മൾ സിഗ്നലിൽ എത്തിയതാണ്. ഇപ്പം സിഗ്നലിൽ എത്തിയപ്പോഴും കറക്റ്റ് റോഡൊക്കെ ക്ലിയർ ആയതിന് ശേഷം തന്നെയാണ് കാറ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു നല്ല രസമുണ്ട് ഇതിൽ പോകാൻ. ഡ്രൈവറൊന്നും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാറിൻ്റെ ബാക്ക് സൈഡിലും ഫ്രണ്ടിലുള്ള അതേ സ്ക്രീന് ബാക്കിലും ഉണ്ട്. പിന്നെ ഫുൾ സെൻസേഴ്സും ക്യാമറയൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത്. ആ റെഡ് ലൈറ്റ് കത്തുന്നതൊക്കെ അതിൻ്റെ സെൻസറും ക്യാമറയൊക്കെയാണ്. ഫുൾ ടൈം അത് ഓണുമാണ്. അപ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് തന്നെയാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമ്മളിത് ഓൾമോസ്റ്റ് എത്താനായി. അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എത്താനായപ്പോഴും എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഇറങ്ങുമ്പോൾ എന്നുള്ളത്. ഇത് ഓൾമോസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് അറൈവൽ ഇൻ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ ഡോറൊക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. 2 ടൈംസ് പുൾ ചെയ്യണം എന്നൊക്കെ അവർ 2 to 3 ടൈംസ് അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ബിൽഡിംഗ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലൈബ്രറി. ഇവിടേക്കാണ് നമ്മൾ വന്നത്. ഇത് എത്തി. പിന്നെ അവർ ഇറങ്ങുന്നതിൻ്റെ മുന്നേ അവർ നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വെച്ച് മറന്നു പോയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയ സമയത്താണെങ്കിലും മോള് ഡോറ് മര്യാദയ്ക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവരത് പുറത്തേക്ക് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഡോറ് നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലൈബ്രറി എത്തി. ഇനി നമ്മൾ തിരിച്ചു പോവാം. അനുവേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ലൈബ്രറി കഴിഞ്ഞിട്ട്. അനുവേട്ടൻ ബേബിയായിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ബുക്സൊക്കെ വായിച്ചു, 1-2 ബുക്സൊക്കെ എടുത്തു. അതുൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണിത്.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.